സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. റമദാൻ മാസത്തിൽ മാത്രം അള്ളാഹു നൽകുന്ന ആ പ്രത്യേകതയാണ്. എല്ലാ ദിവസവും അള്ളാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ഒരു ദിവസം പോലും ഇത് പറയാതിരിക്കുകയില്ല. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല എല്ലാ ദിവസവും പരിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ ദിവസവും 3 തവണ അല്ലാഹു പറയുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഹൽ മിൻ സായിലിൻ, ആരാണ് എന്നോട് ചോദിക്കുന്നത്? ആരാണ് അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും എന്നോട് ചോദിക്കുന്നത്? ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധമായ റമദാൻ മാസത്തിൽ 3 പ്രാവശ്യം അല്ലാഹു തആല പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഹൽ മിൻ സായിലിൻ ഫഉഅതീഹി സുആലഹു, എന്നോട് ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നത് എന്തായാലും അവന്റെ ജീവിതത്തിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഈമാനോടുകൂടി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ചോദിക്കുമ്പോ ഫഉഅതീഹി സുആലഹു, അല്ലാഹു തആല ചോദിച്ചവന് നൽകുക എന്ന് അല്ലാഹു തആല ചോദിച്ചത് ആരായിരുന്നാലും അവൻ ചോദിച്ച കാര്യങ്ങള്, അവൻ പ്രാർത്ഥിച്ച കാര്യങ്ങള്, അവൻ അല്ലാഹുവിനോട് ചോദിച്ച കാര്യങ്ങള്, ഫഉഅതീഹി സുആലഹു, അവന്റെ ചോദ്യങ്ങൾക്ക് ഞാനാണ് ഉത്തരം നൽകുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഒരു മനുഷ്യൻ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, നോമ്പനുഷ്ഠിച്ചുകൊണ്ട് റമദാനിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുമെന്നുള്ള ഉറപ്പാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഹൽ മിൻ സായിലിൻ ഫഉഅതീഹി സുആലഹു, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. 3 പ്രാവശ്യം ഒരു ദിവസത്തിൽ പരിശുദ്ധമായ റമദാനിൽ 3 പ്രാവശ്യം അല്ലാഹു തആല ഇങ്ങനെ പറയും, ഹൽ മിൻ സായിലിൻ ഫഉഅതീഹി സുആലഹു. മാത്രമല്ല വഹൽ മിൻ തായിബിൻ, ആരാണ് തൗബ ചെയ്യുന്നത്? ആരാണ് പ്രയാസപ്പെട്ടുകൊണ്ട് മനസ്സിൽ ഈമാനോടുകൂടി ആരാണ് മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നത്? അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കും. എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഹൽ മിൻ തായിബിൻ, ആരാണ് തൗബ ചെയ്യുന്നത്? ചെയ്തുപോയ പാപങ്ങളുടെ വിഷയങ്ങൾ മുഴുവനും മനസ്സിലേക്ക് കൊണ്ടുവന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാരാണ്? പരിശുദ്ധമായ റമദാൻ മാസത്തില്, റമദാനിന്റെ പവിത്രമായ ദിവസങ്ങളില്, പവിത്രമായ സമയങ്ങളില് ആരാണ് ഹൽ മിൻ തായിബിൻ, ആരാണ് തൗബ ചെയ്യുന്നത്? ആരാണ് പാപമോചനത്തെ കുറിച്ച് ചോദിക്കുന്നത്? ആരാണ് പാപമോചനത്തെ തേടുന്നത്? അവർക്ക് അല്ലാഹു തആല നൽകുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. വഹൽ മിൻ തായിബിൻ ഫഅതൂബു ഇലൈഹി, പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, വിഷമം പറയുന്നവരുണ്ടല്ലോ, സങ്കടങ്ങൾ പറയുന്നവരുണ്ടല്ലോ, ചെയ്തുപോയ പാപങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവർക്ക് വഹൽ മിൻ തായിബിൻ ഫഅതൂബു ഇലൈഹി, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. റമദാനിൽ അല്ലാഹു തആല 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വഹൽ മിൻ തായിബിൻ ഫഅതൂബു ഇലൈഹി, ആരാണ് തൗബ ചെയ്യുന്നത്? ആരാണ് സങ്കടം പറയുന്നത്? ആരാണ് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പാപമോചനം തേടുന്നത്? വഹൽ മിൻ തായിബിൻ ഫഅതൂബു ഇലൈഹി, തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്ന മാസമാണ്. കരയുന്നവരുടെ കരച്ചിൽ കേൾക്കുന്ന മാസമാണ്. സങ്കടപ്പെടുന്നവരുടെ സങ്കടം കേൾക്കുന്ന മാസമാണ്. പ്രയാസപ്പെടുന്നവരെ സന്തോഷിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന്
സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഹൽ മിൻ സായിലിൻ, ആരാണ് ചോദിക്കുന്നത്, ആരാണ് തേടുന്നത്, അവർക്ക് അല്ലാഹു തആല നൽകും. ഹൽ മിൻ തായിബിൻ, ആരാണ് തൗബ ചെയ്യുന്നത്, ഫഅതൂബു ഇലൈഹി, അവന്റെ തൗബയെ അല്ലാഹു തആല സ്വീകരിക്കും. മാത്രമല്ല 3 പ്രാവശ്യം അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു, ആരാണ് പൊറുക്കലിനെ ചോദിക്കുന്നത്, ആരാണ് ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നോരോന്നായി അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പൊറുക്കലിനെ ചോദിക്കുന്നത് ആരാണ്? വഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു, ആരാണ് പൊറുക്കലിനെ ചോദിക്കുന്നത്, അവർക്ക് അല്ലാഹു തആല പൊറുത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും റമദാനിലെ എല്ലാ ദിവസവും അല്ലാഹു തആല 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ് പ്രിയപ്പെട്ട പെങ്ങളെ, എന്താണ് പ്രിയമുള്ള സഹോദരി, എന്താണ് അല്ലാഹു പറയുന്നത്? ആരാണ് ചോദിക്കുന്നത്, അവന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകും. ആരാണ് പാപമോചനം തേടുന്നത്, ആരാണ് തൗബ ചെയ്യുന്നത്, അവന്റെ തൗബയെ ഞാൻ സ്വീകരിക്കും. ആരാണെന്നോർ മഗ്ഫിറത്ത് തേടുന്നത്, പൊറുക്കലിനെ ചോദിക്കുന്നത്, അവന്റെ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പ്രാവശ്യം റമദാനിലെ എല്ലാ ദിവസവും 3 പ്രാവശ്യവും അല്ലാഹു തആല ഇത് ചോദിച്ചുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ, പവിത്രമായ ദിവസങ്ങൾ വരുമ്പോൾ, ഓരോ ദിവസങ്ങളും നമ്മളോട് സലാം പറയുമ്പോൾ മുഅ്മിനീങ്ങൾ സങ്കടപ്പെടുകയാണ്, മുഅ്മിനീങ്ങൾ പ്രയാസപ്പെടുകയാണ്, മുഅ്മിനീങ്ങൾ നൊമ്പരപ്പെടുകയാണ്. കാരണം റമദാൻ സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത റമദാൻ ഞാനോ നിങ്ങളോ ഉണ്ടോ എന്ന് ആർക്കും ഉറപ്പിക്കാൻ കഴിയുകയില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പമുള്ള പലരും ഇന്ന് ഖബറിലല്ലേ? കഴിഞ്ഞ റമദാനിൽ നമ്മളോട് നോമ്പ് തുറന്നവര്, കഴിഞ്ഞ റമദാനിൽ നമ്മളോട് നോമ്പ് പിടിച്ചവര്, കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം തറാവീഹ് നമസ്കരിച്ചവര്, കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഇഅ്തികാഫ് ഇരുന്നവര്, പലരും ഇന്ന് ഖബറിലാണ്, പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അതുകൊണ്ട് റമദാനിന്റെ ഓരോ ദിവസങ്ങളും കഴിയുമ്പോഴും, റമദാനിന്റെ ഓരോ ദിനരാത്രികളും സലാം പറയുമ്പോഴും മുഅ്മിനിന്റെ മനസ്സിൽ സങ്കടമാ, വേദനയാ, പ്രയാസമാ, നൊമ്പരമാ. അതുകൊണ്ട് റമദാനിനെ പരിഗണിക്കണേ, റമദാനിനെ പരിഗണിക്കണേ. റമദാനിന്റെ ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ്, ഓരോ നിമിഷങ്ങളും മൂല്യമുള്ളതാണ്. റമദാനിന്റെ ദിനരാത്രികൾ ഓരോന്നും പവിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പ്രാവശ്യം ചോദിക്കുമെന്നാണ് പറഞ്ഞത്. ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്, ആരാണ് ദുആ ചെയ്യുന്നത്, ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ആരാണ് എന്നോട് ചോദിക്കുന്നത്, അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി നൽകും. അവരുടെ പ്രയാസങ്ങൾ ഞാൻ മാറ്റിക്കൊടുക്കും, അവരുടെ സങ്കടങ്ങൾ ഞാൻ മാറ്റിക്കൊടുക്കും. ആരാണ് പാപമോചനം തേടുന്നത്, ആരാണ് മഗ്ഫിറത്ത് ചോദിക്കുന്നത്, അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്തു പോയ കാര്യങ്ങള്, ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങള് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് തേടേണ്ട സമയമാണ്, പ്രാർത്ഥിക്കേണ്ട സമയമാണ്, നൊമ്പരപ്പെടേണ്ട സമയമാണ്, പ്രയാസപ്പെടേണ്ട സമയമാണ്. മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഖൽബിൽ ഈമാനോടുകൂടി അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആയിക്ക് അല്ലാഹു തആല ഉത്തരം നൽകും. റമദാനായിട്ട് പോലും മനസ്സിന് മാറ്റം
മാറ്റമില്ല എങ്കിൽ, അള്ളാഹുവിനെ പേടിയില്ല എങ്കിൽ, അള്ളാഹുവിനോടൊന്ന് കരയാൻ നിനക്ക് സമയമില്ല എങ്കിൽ, പെങ്ങളെ നിന്റെ സമയം നഷ്ടമാണ്, നിന്റെ ആയുസ് പാഴാണ്, നിന്റെ ദിവസം നഷ്ടമാണ്, നിന്റെ റമദാൻ ഫലമാകുകയില്ല, നിന്റെ റമദാൻ അതുകൊണ്ട് പ്രയോജനപ്പെടുകയില്ല. എടാ പൊന്നുമോനെ, റമദാൻ ആയിട്ട് പോലും നിനക്ക് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള നേരം നീ കണ്ടെത്തിയില്ല എങ്കിൽ, നിന്റെ സമയങ്ങൾ വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിനക്ക് റമദാൻ നഷ്ടമാണ്, നിനക്ക് റമദാൻ നഷ്ടമാണ്. ആ റമദാൻ കൊണ്ട് പ്രയോജനവുമില്ല, ആ റമദാൻ കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവുമില്ല.